നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് മാസത്തിലെ മകീരത്തര, തിരുവാതിര, പുണർതം, മുക്കാല് മിഥുനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ 15-ാം തീയതി വരെ സൂര്യൻ 9-ലാണ്. 15-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്ന സൂര്യൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും 15-ാം തീയതി വരെ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്, അല്ലേ? ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ അപമാനം. അപ്പോൾ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 15-ാം തീയതി വരെ സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലത്തി പ്രാർത്ഥിച്ചോളൂ. സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷര നാമം ജപിക്കുക. അപ്പോൾ ഈ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 15-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുന്ന സൂര്യൻ കർമ്മസിദ്ധി, നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകും. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക. അപ്പോൾ പ്രത്യേകിച്ചും 10-ലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക. ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വിധേയന വൈഷമ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം വന്നു ചേരുക. ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് ജോലി വന്നു ചേരുന്നതായിട്ടുള്ള നല്ല ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർമ്മസിദ്ധി ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക. അതായത് 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 10-ലേക്ക് വരുന്നത് മിഥുനക്കൂറുകാർക്ക് തൊഴിൽപരമായി, ജോലി സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കുമെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ജന്മത്തിലാണ് ചൊവ്വ. ജന്മത്തിൽ ചൊവ്വ നിൽക്കുന്നത് മിഥുനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത്. കുടുംബത്തിൽ നിന്ന് നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക, ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. അപ്പോൾ ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമായിട്ടുള്ള 10-ാം ഭാവത്തിലാണ് ബുധന്റെ സ്ഥിതി. ബുധൻ 10-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക, അതായത് പ്രമോഷൻ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് മിഥുനക്കൂറുകാർക്ക് 10-ൽ ബുധൻ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന മിഥുനക്കൂറുകാർക്ക് തന്നെ അറിയാം. ഈ ഫലത്തെ തന്നെയായിരിക്കും കഴിഞ്ഞ മാസത്തിലും സൂചിപ്പിക്കാനിട വരിക. ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന്, ഓരോ ദുരിതങ്ങൾ ഇങ്ങനെ വന്നു ചേരുക. പല വിധേയന വഴി നടക്കല, അലച്ചിലുണ്ടാവുക. അപ്പോൾ ഈ മോശഫലങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ഭഗവാനെയാണ് നല്ല രീതിയിൽ തന്നെ മനസ്സിലത്തി ആരാധിക്കേണ്ടത്. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. ക്ഷേത്ര ദർശനം സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം. വിദേശത്ത് താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്കൊക്കെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കാം. അതിന് യാതൊരു തടസ്സമില്ല, അല്ലേ? ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലത്തി ആരാധിക്കുക, നാരായണ നമ്മൾ നാമം ജപിക്കുക. അപ്പോൾ ഈ 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ദൈവാധീന കുറവിനെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ 10-ൽ സൂര്യൻ നിൽക്കുമ്പോഴും ബുധൻ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് ജോലി സംബന്ധമായിട്ടൊക്കെ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞത്. അതേപോലെ തന്നെ 10-ലാണ് ശുക്രൻ. ആ 10-ൽ ശുക്രൻ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയും അല്ല സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ തന്നെ പലരോട് കലഹം വന്നു ചേരുക, അപമാനം ഉണ്ടാവുക. അത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 10-ാം ഭാവം കൊണ്ടാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ചിന്തിക്കുന്നത്. അപമാനം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുന്നതൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല.
നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് അല്ലേ? ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഫലമാണല്ലോ അപമാനം. ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യനെ കൊണ്ട്. അപ്പൊ സൂര്യനെ കൊണ്ടും ശുക്രനെ കൊണ്ടും ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ ഫലത്തിന് ഫലപ്രാപ്തി കുറച്ച് കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി. ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിയാണ് ആരാധിക്കേണ്ടത്, ചോറ്റാനിക്കരമ്മയാണ് ആരാധിക്കേണ്ടത്. നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവി സ്തോത്രങ്ങൾ ജപിക്കുക. എന്തായാലും കുറച്ച് സമയം കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. നാമം ജപിക്കുന്നതിന് പ്രായമൊന്നൊരു വിഷയമേ അല്ല അല്ലേ? 5 വയസ്സായിക്കോട്ടെ, 10 വയസ്സായിക്കോട്ടെ, 25 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, ഏത് പ്രായത്തിലും നമുക്ക് നാമം ജപിക്കാം. നാമം ജപിക്കണം. എന്നാലേ ഈ മോശഫലങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ദുർഗാദേവി സ്തോത്രങ്ങൾ: സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസ്യാർത്ഥിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഇതേപോലുള്ള സ്തോത്രങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയാം. ഈ സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം, ഈ മാർച്ച് മാസത്തിൽ ഒരു പ്രത്യേകതയുള്ള മാസമാണ്. ശനി മാറ്റം സംഭവിക്കുന്ന, ശനിക്ക് രാശി മാറ്റം സംഭവിക്കുന്ന കാലമാണ്. 29-ാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ശനി മിഥുനക്കൂറുകാർക്ക്. അതിനുശേഷം കണ്ടക ശനി സ്ഥാനമായിട്ടുള്ള 10-ലേക്ക് വരും. അപ്പോൾ 9-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഫലങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഭാഗ്യസ്ഥാനമാണ്. ശനി 29-ാം തീയതി വരെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യക്കുറവിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വധർമാചരണങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നു ചേരുക. അതായത് നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് വേണ്ട വിധേന ചെയ്യുവാൻ സാധിക്കാതെ വരിക. ഇങ്ങനെയുള്ളൊരു ഫലമാണ് മാർച്ച് 29-ാം തീയതി വരെ 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 10-ലേക്ക് വരുമ്പോൾ കണ്ടക ശനി സ്ഥാനമാണ്. അപ്പോൾ 9-ൽ നിൽക്കുമ്പോഴാണോ 10-ൽ നിൽക്കുമ്പോഴാണോ മോശഫലം എന്ന് ചോദിച്ചാൽ രണ്ടും മോശഫലം തന്നെയാണ്. 29-ാം തീയതിക്ക് ശേഷം 10-ൽ നിൽക്കുമ്പോൾ കർമ്മസിദ്ധി ഉണ്ടാവുക. അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും അതിനനുസരിച്ച് ധനം വന്നു ചേരാത്ത കാലയളവിനാണ് സൂചിപ്പിക്കുന്നത്. ധനത്തിന് ചെലവ് വന്നു ചേരുക അത്ര നല്ല ഫലമല്ലല്ലോ. അതേപോലെ തന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മോശഫലങ്ങൾ പറയുവാനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ നല്ല ഫലങ്ങൾ പറയുമ്പോഴും മോശഫലങ്ങളെയും സൂചിപ്പിക്കണം. മോശഫലങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 2.5 വർഷക്കാലം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വിദ്യയ്ക്കും യശസ്സിനും ഹാനി വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിയുണ്ട് എങ്കിൽ പോലും പഠിക്കാൻ ആലസ്യം, മടി വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ 9-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയും അയ്യപ്പസ്വാമിയും നല്ല രീതിയിൽ തന്നെ മനസ്സിലത്തി ആരാധിക്കുക. കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ പഞ്ചാക്ഷര നാമം ജപിക്കുക. നമുക്ക് പറ്റുമ്പോൾ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്രത്തിലും അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി തൊഴുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലത്തി തൊഴുതാൽ മതി. ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു മാർഗമാണ്. അത് വളരെയേറെ നല്ല ഫലങ്ങളെ എനിക്ക് പ്രദാനം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അതായത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നാളെ ചെയ്യുവാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും, ഓരോ കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാറൊന്നുമില്ല സാധാരണ. അതങ്ങനെ നമ്മൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള 6 കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് 5 കാര്യങ്ങളോ 4 കാര്യങ്ങളോ ആവരുത്, 7 കാര്യങ്ങളോ ആവരുത്, കൃത്യം 6 കാര്യങ്ങളാണ്. അങ്ങനെ നാളെ ആ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ചിലപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല.
നാളെ വീണ്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മറ്റന്നാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും, അതായത് 6 കാര്യങ്ങളെ വേണ്ടൂ. ഈ ചെയ്യാൻ സാധിക്കാത്ത 2 കാര്യങ്ങളും ബാക്കിയുള്ള ഒരു 4 കാര്യങ്ങളും കൂടി കൂട്ടി 6 കാര്യങ്ങളാക്കുക. അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് കൃത്യമായിട്ട് പിറ്റേ ദിവസം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക, ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അത് വീണ്ടും 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 ഇങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചെയ്ത് ശീലിച്ചോളൂ, ശ്രമിച്ചോളൂ, ജീവിത വിജയം വരും. നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരും. നന്ദി, നമസ്കാരം.